മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കൂടെ നിൽക്കുമ്പോൾ മിടുക്കൻ, പുറത്ത് ചാടുമ്പോൾ കൊള്ളക്കാരൻ. ഇപ്പോൾ തന്നെ സുധാകരൻ ഒരു വാക്ക് പോലും അദ്ദേഹം പാർട്ടിക്കെതിരെ പറയാതെയാണ് പുറത്തു പോയത്. സാധാരണ എന്തെങ്കിലും പറയേണ്ടതാണ്. അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ന്യായമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരുപാട് പേർക്ക് ഇപ്പോഴും പാർട്ടി നിൽക്കുന്നു, സ്ഥാനം കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. തോമസ് ഐസക്ക് ഇതുപോലെ ആലപ്പുഴയുള്ള സീനിയർ നേതാവാണ്. അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കുന്നു, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു, വിജ്ഞാന കേരളം എന്ന് പറയുന്നു. ഒരുപാട് കാര്യങ്ങളിൽ തോമസ് ഐസക്കിനെ പ്രയോജനപ്പെടുത്തുന്നു. എന്തുകൊണ്ട് ജി സുധാകരനെ പ്രയോജനപ്പെടുത്തുന്നില്ല? ഒരു വാക്ക് പോലും പുള്ളിയോട് പോയി ചോദിക്കില്ല. 5 വർഷമായി അദ്ദേഹം വനവാസത്തിലാണ്. 70 വയസ്സ് വരെ പാർട്ടിയെ സേവിച്ച ഒരാൾ MLA ആയിരുന്നിരിക്കാം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്നിരിക്കാം, നേരത്തെ ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ചിരിക്കാം. അങ്ങനെ കൂടുതൽ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളിൻ്റെ സേവനം കൂടുതൽ പ്രയോജനപ്പെടുത്തുകയല്ലേ വേണ്ടത്? ശരി, അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വത്തിൽ നിർത്താൻ ബുദ്ധിമുട്ട് വന്നു, MLA ആയിട്ട് നിർത്താൻ. മറ്റെന്തെല്ലാം സംവിധാനം, സഹകരണ സംഘത്തിലൊക്കെ എന്തെല്ലാം സംവിധാനമുണ്ട്. കോലിയക്കോട് കൃഷ്ണൻ നായർ അദ്ദേഹം പിന്നെ MLA അല്ല, പക്ഷേ സഹകരണ സംവിധാനത്തിൻ്റെ വലിയ ചെയർമാനാണ്. അതുപോലെ ആളുകളുണ്ട്, എന്തെല്ലാം സംവിധാനമുണ്ട് കയ്യിൽ. ദേവസ്വം ബോർഡ് മുതൽ ഇങ്ങോട്ട് എന്തെല്ലാം സംവിധാനമാണ് സർക്കാരിൻ്റെ ഉള്ളത്. കേരള ബാങ്ക്, എന്തെല്ലാം ചെയ്യാം. അപ്പോൾ സുധാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം. പക്ഷേ അത് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് 5 വർഷമായി പാർട്ടിയിലെ സാധാ മെമ്പർഷിപ്പിലേക്ക് കൊണ്ടുപോവുകയും അവിടെയും അദ്ദേഹത്തെ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്ത് നടക്കുന്ന ഒരു സാംസ്കാരിക പരിപാടിക്ക് പോലും, ഒരു പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ പരിപാടിക്ക് പോലും സുധാകരനെ വിളിക്കാതിരുന്നാൽ അതൊരു തരം അയിത്തവും പിന്നെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയുമാണ്. സുധാകരനായതുകൊണ്ട് ഇത്രയും ദിവസം നിന്ന് വേറെ ആരാണെങ്കിൽ ഇതിനു മുമ്പേ കളഞ്ഞിട്ട് പോയേനെ. പൈസ പോറ്റിയെ കണ്ടില്ലേ, കളഞ്ഞിട്ട് പോകും, ആരായാലും കളഞ്ഞിട്ട് പോകും. കാരണം ഇത് രാഷ്ട്രീയത്തിൽ എന്താണ്, രാഷ്ട്രീയത്തിൽ എവിടെയാണ് തത്വശാസ്ത്രം ഇപ്പോൾ നിൽക്കുന്നത്? സന്യാസത്തിനുമാണ് ആളുകൾ രാഷ്ട്രീയത്തിൽ വരുന്നത്. സ്ഥാനമാനങ്ങൾക്ക് മത്സരിക്കാനും നിൽക്കാനും ജയിക്കാനും പദവികൾക്കൊക്കെ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ആളുകൾ നിൽക്കുന്നത്. അല്ലാതെ ആരാ നിൽക്കുന്നത്? എല്ലാവരും ഏതെങ്കിലുമൊക്കെ പദവികളിലേക്ക് കയറി നിൽക്കും. ഒന്നിൽ പാർട്ടി പദവി, അല്ലെങ്കിൽ പിന്നെ പാർലമെൻ്ററി പദവി, അല്ലെങ്കിൽ മറ്റധികാര ശ്രേണിയുള്ള പദവികൾ, ഏതെങ്കിലും നിൽക്കും. പക്ഷേ സുധാകരൻ വളരെ വേദനയോടുകൂടി പറയുന്ന എത്ര കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ അനുജൻ ഭുവനേശ്വരനെ 18ാമത്തെ വയസ്സിൽ പ്രീഡിഗ്രിക്ക് 17ാമത്തെ വയസ്സിൽ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ദേവസ്വം ബോർഡ് കോളേജിൽ വെച്ച് 3000 കുട്ടികൾ പഠിക്കുന്ന കോളേജിൽ SFI യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു, സെക്രട്ടറി ആയിരുന്ന അപ്പം അനുജൻ്റെ തലച്ചോറ് അടിച്ച് പൊട്ടിച്ച് കേശുക്കാരും അന്നത്തെ NDPയുടെ നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി, അതായത് NSSൻ്റെ പാർട്ടിയായ NDPയുടെ D2 സ്റ്റുഡൻസ് ഓർഗനൈസേഷനും കൂടി തലമണ്ട അടിച്ച് പൊട്ടിച്ച് ചിന്നിച്ചിതറച്ചിട്ട് ഇദ്ദേഹം ബസ്സിൽ പോയ കാര്യവും ഒരാൾ പോലും ഒരു കേസ് പോലും ആരും പറയാത്തതും 33 പിന്നെ സാക്ഷികളുണ്ടായിട്ടും കേസ് കൃത്യമായി പറഞ്ഞു കൊണ്ടുപോകുന്നതിന് പാർട്ടി സഹായിക്കാത്തതൊക്കെ പറയുമ്പോൾ എന്ത് പാർട്ടിയാണിത്? ഈ പാർട്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അഭിമാനം തോന്നേണ്ടതല്ലേ ഓരോ സഹാവിനും? പക്ഷേ ഇതെന്താണ് ഈ പാർട്ടി ചെയ്യുന്നത്? ഒരുതരം സ്റ്റാലിൻ്റെ പ്രേതം ബാധിച്ച പാർട്ടിയാണിത്. സ്റ്റാലിനിസമാണ്. ഗൗരിയമ്മയെ പുറത്താക്കി, എന്നിട്ട് ഇവിടെ MM മണി എന്ന് പറഞ്ഞ ഒരു ഇടുക്കിയിലെ ഷൂ എന്ന് പറയുന്നത് ജി സുധാകരൻ പറയുന്നതനുസരിച്ച് ഇടുക്കിയിലെ ജി സുധാകരൻ്റെ ഷൂ എന്നാണ് പറഞ്ഞത്. സുധാകരൻ പോയാൽ എൻ്റെ ഇടുക്കിയിലെ മണിയാശാനെ പോയി രാജേന്ദ്രൻ വരെ പോയി. ഇനി ആരെങ്കിലും ഉണ്ടോ ഈ പാർട്ടിയിൽ പോകാൻ? നിങ്ങളൊരു 5-6 പേരല്ലാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു. 60ഓളം പേരുണ്ടായിരുന്നു MP മാരായിട്ട്. ഇന്ന് ആരെങ്കിലും ഉണ്ടോ കൂടെ? ഇന്ന് സുരേഷ് കുറുപ്പുണ്ടോ? പിന്നെ അങ്ങനെ ഓരോ നേതാക്കളെടുത്തോളും. വളരെ ഗൗരവമുള്ള സീനിയറായിട്ടുള്ള ഉൾക്കാമ്പുള്ള ഏതെങ്കിലും നേതാക്കളുണ്ടോ? കുറേ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്ന, കുറേ ബിനാമി പരിപാടികളുള്ള, വ്യവസായങ്ങളുള്ള കുറച്ച് പേരുടെ ഒരു പാർട്ടി, ഒരു വ്യവസായ പാർട്ടി പോലത്തെ ഒരു പാർട്ടിയായി ഇത് മാറി അതിനകത്ത് ആളും പൊത്തയും ഇല്ലാത്ത രീതിയിലേക്കൊക്കെ പോയതിന് ശേഷം മഹാഭൂരിപക്ഷം പേരും പല രൂപത്തിൽ ഇപ്പോൾ CPIയിലേക്ക് കുറേ പേര് പോയി, കുറച്ച് RSPയിൽ പോയി, കുറേക്കാർ BJP പോയി, ഇങ്ങനെ പല വഴിക്കും പോയിട്ട് വളരെ കുറച്ച്. പിന്നെ തിരഞ്ഞെടുപ്പിന് ജയിക്കുക എന്ന് പറയുന്നത് വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനകത്ത് കേരള കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗിൻ്റെ ഒരു വിഭാഗം കൂടെയുണ്ട്, CPI ഉണ്ട്, പല ഘടകങ്ങളാണ്. അത് ഇക്വേഷൻ വേറെയാണ്, അതും ഇതുമായിട്ട് ക്ലബ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്തായാലും മണിയാശാനൊക്കെ വളരെ മോശമായിട്ട് സുധാകരനെ പറഞ്ഞു. MA ബേബി എന്തായാലും കുറ്റം പറഞ്ഞില്ല, പക്ഷേ അത് മാറിപ്പോയത് ശരിയായില്ല എന്ന് പറഞ്ഞോളൂ. അവിടെ ദൂതന്മാരെ അയക്കുന്നു. പക്ഷേ എന്തായാലും വളരെ ജെൻറ്റിൽമാനായി നിന്നുകൊണ്ട് ജി സുധാകരൻ മുന്നോട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അമ്പലപ്പുഴയിൽ മത്സരിക്കും സ്വതന്ത്രനായി. ഇപ്പോൾ ഞാൻ ആരുടെയും ചോദിക്കുന്നില്ല, ഒരു പിന്തുണയും ചോദിക്കുന്നില്ല, മത്സരിക്കട്ടെ. അപ്പോൾ രമേശ് ചെന്നിത്തല പോലുള്ള ആളുകൾ പറയുന്നത് സുധാകരന് വേണമെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കും. എന്തായാലും സുധാകരനോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾ കോൺഗ്രസിൻ്റെ സപ്പോർട്ട് എടുക്കണം. കോൺഗ്രസിൻ്റെ സപ്പോർട്ട് എടുക്കുകയും താങ്കൾ മത്സരിക്കുകയും താങ്കൾ ജയിക്കുകയും ചെയ്ത് കഴിയുമെങ്കിൽ മന്ത്രിയാവുകയും ചെയ്യണം. അല്ലെങ്കിൽ MLA ആയിരുന്നിട്ട് ഏതെങ്കിലും സമിതികളുടെയൊക്കെ ചെയർമാനായിരുന്നിട്ട് ഇനിയും താങ്കൾക്ക് ഒരുപാട് ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, ശക്തിയുണ്ട്, തലച്ചോറുണ്ട്, ആരോഗ്യമുണ്ട്.
അത് സമൂഹത്തിന് കൊടുക്കണം. ഇവിടെ ഫിഡൽ കാസ്ട്രോ എത്ര വയസ്സിലാണ് പോയത്? ഹോജിമിൻ എത്ര വയസ്സാണ്? ലെനിൻ, മാവോസെത്തുങ്, സ്റ്റാലിൻ, അതുപോലെ ഇന്ത്യയിൽ നിർഭൻ ചക്രവർത്തി, ജ്യോതി ബസു, EMS എല്ലാവരും വലിയ പ്രായം കൂടുന്നു. പക്ഷേ പൊസിഷൻ ഏത് വേണം? അത് MLA ആയിട്ടിരിക്കണോ, അല്ല പാർലമെൻ്ററി പാർട്ടി നോക്കണോ, പാർട്ടി പരിപാടി നോക്കണോ, കമ്മിറ്റിയിൽ നോക്കണോ എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ എന്തായാലും അവരുടെ സേവനം വനവാസത്തിലേക്ക് വിട്ട് 5 വർഷവും വനവാസത്തിൽ വിട്ടിട്ട് എന്നെ എന്തിന് വനവാസത്തിൽ വിട്ടുവെന്ന് ചോദിക്കുമ്പോൾ വളരെ പുച്ഛമായി നിനക്കിത് തന്നില്ലടാ അത് തന്നില്ലടാ എന്ന് പറഞ്ഞ് പരമപുച്ഛത്തോടു കൂടി തള്ളിക്കളയുന്നത് ശരിയായ നടപടിയല്ല. ഇതൊരു തരം സ്റ്റാലിനിസമാണ്. സ്റ്റാലിനിസത്തിൻ്റെ മറ്റൊരു രൂപമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിണറായിസത്തിലൂടെ എത്ര ആളുകളെ നിങ്ങൾ നന്മയുള്ളവരെ പുറത്താക്കിയത്. ഗൗരിയമ്മ എത്ര മനോഹരമായ ഒരു നന്മയുള്ള സ്ത്രീയായിരുന്നു, അവരെ പുറത്താക്കി. അതുപോലെ തന്നെ പിന്നെ എം വി രാഘവനൊക്കെ കണ്ണൂരിലെ ജിഹു ആയിരുന്നില്ലേ, പാർട്ടിയുടെ ഗർജിക്കുന്ന സിംഹമായിരുന്നു. പക്ഷേ ആ രാഘവൻ അടക്കമുള്ള ആളുകളെ നിങ്ങൾ പാർട്ടി പുറത്താക്കിയില്ലേ? രാഘവൻ പറയുന്നൊരു കാര്യമുണ്ട്. രാഘവനോട് എതിരാളികൾ പറയുന്നതോ നിങ്ങളെ പാർട്ടി കൊള്ളൂലെങ്കിലും കുറേ ജനാധിപത്യവും നിങ്ങൾ കുറേ കാരുണ്യവും മനുഷ്യപ്പറ്റുള്ളവരാണോ എന്ന് രാഘവനോടൊക്കെ മറ്റുള്ളവർ പറയുമായിരുന്നു എന്ന്. പക്ഷേ ഇപ്പോൾ മനുഷ്യപ്പറ്റുമില്ല, ജനാധിപത്യവുമില്ല, മതേതരത്വവുമില്ല, സോഷ്യലിസവുമില്ല. ഒരു സംഘം ആളുകളുണ്ട്. അവർ താഴെ അറ്റം വരെ കുറേ ആളുകൾ അവൻ്റെ കൂടെ ഉണ്ട്, ആൾക്കൂട്ടമുണ്ട്. അവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇതിന് വളരെ കൃത്യമായ ഒരു ആശയമോ ആദർശമായ നിലപാടോ ആശയ അടിത്തറയോ തത്വാധിഷ്ഠിത നിലപാടോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു വല്ലാത്തൊരു ആൾക്കൂട്ടമായി മാറിക്കൊണ്ടിരിക്കഴിഞ്ഞു. അവിടെ സുധാകരന്മാർക്ക് വലിയ പങ്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സുധാകരന് നിൽക്കാനും കഴിയില്ല. അദ്ദേഹം രാജിവെച്ചു. ഇനിയിപ്പോൾ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുകയാണ്. സ്വതന്ത്രനായി നിന്ന് അമ്പലപ്പുഴയിൽ ജയിക്കുമോ? സർവതന്ത്ര സ്വതന്ത്രനായി നിന്ന് BJP വേണ്ട, കോൺഗ്രസും വേണ്ട, LDF വേണ്ട, CPM വേണ്ട എന്ന് പറഞ്ഞാൽ ജയിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ കൂടി സഹായം വാങ്ങി ജയിക്കേണ്ടതാണ്. ജയിച്ച് MLA ആയി ഒരു കാര്യമില്ല. കാരണം MLA ആയാൽ MLA ആയത് തന്നെ നാടിന് സേവിക്കാം, അത്രയും തന്നെ വയസ്സുകാലത്ത്. അല്ലാതെ അദ്ദേഹം എന്തിനു പോയി? ഇപ്പോൾ ഗൗരിയമ്മ മന്ത്രിയായി, കോൺഗ്രസിൻ്റെ കൂടെ പോയി. ആരെങ്കിലും കൊന്നോ ഗൗരിയമ്മയെ? ഇല്ലല്ലോ. MP രാഘവൻ കോൺഗ്രസ്സുകാരെ കൂടെ പോയി മന്ത്രിയായി. അപ്പോൾ തുറമുഖ വകുപ്പ് മന്ത്രി ആയതുകൊണ്ടാണ് രാഘവൻ നമുക്കിവിടെ വിഴിഞ്ഞം കൊണ്ടുവരാൻ MP രാഘവൻ്റെ കൈയൊപ്പുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തിക്കുക, കഴിയുന്നത്ര കാലം താങ്കൾക്ക് പറ്റുന്നത് പോലെ ഈ സമൂഹത്തെ സേവിക്കുക. ബാക്കി ആര് പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ താങ്കൾ മുഖവിലക്കെടുക്കണ്ട. താങ്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന കാലത്ത് അങ്ങനെ നിന്നു. ഇനി താങ്കളുടെ ജീവിത സായാഹ്നം എന്തെല്ലാം ക്രിയേറ്റീവായി സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ അത് പരമാവധി ചെയ്യുക. ഒരേ ഒരു ജന്മമേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നും നോക്കുന്നതിൽ ഒരു കാര്യവുമില്ല.